ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ഫുഡ് വ്ളോഗ് ആണെന്ന് വേണേൽ പറയാം. ഇന്നത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് ഔട്ട് സൈഡ് പോയപ്പോൾ അറഫ റെസ്റ്റോറൻറ്റ് എന്നും പറഞ്ഞ് ഹൈലിലുള്ള ഒരു അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻ്റ് ആണ്. അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. അപ്പോൾ നമ്മൾ പോയ വഴിക്ക് നമുക്ക് ഭയങ്കരമായിട്ട് വിശന്നു, ഭയങ്കര ചൂടാണ് ഗൈസ് ഔട്ട് സൈഡൊക്കെ. അപ്പോൾ നമ്മൾ ഹോട്ടൽ കണ്ടപ്പോൾ ജസ്റ്റ് കയറാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് കേട്ടോ ഹൈലിലെ അറഫ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. അത് കയറി ഞങ്ങൾ ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റ് വഴി നേരെ അപ്സ്റ്റെയറിലോട്ട് പോയി. കാരണം നമുക്കറിയാം ഓൾറെഡി ഇവിടെ താഴ്ഭാഗത്ത് നമുക്കിരിക്കാൻ, നമുക്കിഷ്ടം മുകളിലിരിക്കാനാണ്, അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. നല്ല രസമാണ് കേട്ടോ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇരിക്കാനുള്ളൊരു സ്ഥലം തപ്പി കണ്ടുപിടിച്ചു. നമ്മൾ അങ്ങ് അറ്റത്താണ് പോയിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരിക്കാമെന്ന് തീരുമാനിച്ചു. ഇത് ഫാമിലി ആയിട്ട് എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ സിക്സ് സീറ്റുള്ള ഒരു റൂം പോലെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇരുന്നു. എന്നിട്ട് കൈയൊക്കെ കഴുകി വന്നിരുന്നിട്ട് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ഒരു ബീഫ് ബിരിയാണിയാണ്. നമ്മൾ സാധാരണ എപ്പോഴും വരുമ്പോൾ ഗൈസ് ഇഷ്ടം പോലെ, അതായത് എല്ലാ ഓർഡറും കൂടെ ഒറ്റയായിട്ട് അങ്ങ് ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേനും കുറേ വേസ്റ്റ് ആവും. അപ്പം നമ്മൾ ഈ പ്രാവശ്യം കരുതി നമുക്ക് ആവശ്യമുള്ളത് മാത്രം, കഴിക്കാമെന്ന് ഉറപ്പുള്ളത് മാത്രം വാങ്ങാം. അങ്ങനെ കരുതിയിട്ടാണ് നമ്മളൊരു ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തത്. ബീഫ് ബിരിയാണി വന്നു. ഞങ്ങൾ രണ്ടുപേരും ഹാഫ് ഞാനും ഹസ്ബൻഡും കഴിച്ചു. നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു. ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നിരിക്കുക കൂടിയായിരുന്നു. കറക്റ്റ് ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കഴിക്കാൻ വന്നത്. അപ്പോൾ നല്ല വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചടപടെ ബിരിയാണി വന്നതും കണ്ടു, തീർന്നതും കണ്ടു, അങ്ങനെ വേണേൽ പറയാം. പെട്ടെന്ന് തന്നെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഹസ്ബൻഡ് പിന്നെ സ്ലോ ആയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് കഴിക്കുന്ന ഒരാളാണ്. ഞാൻ പരിസരബോധമൊന്നുമില്ല എനിക്ക് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ. അതെപ്പോഴും എല്ലാവരും പറയും. ഈവൻ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും ഞാനൊന്നും നോക്കാറില്ല. കഴിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അതാണ് എൻ്റെ ഒരു കുഞ്ഞിലോട്ടുള്ള ശീലം. പിന്നെ ഹസ്ബൻഡ് ഭയങ്കര സ്ലോലിയാണ് കേട്ടോ കഴിക്കുന്നത്. ഇച്ചിരി എടുത്തെടുത്താണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഫസ്റ്റ് തന്നെ കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് കുറച്ച് കുഞ്ഞിനും വാരി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റൊക്കെ ഫിനിഷാക്കി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡും കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി പ്ലാൻ ഇട്ടിട്ടാണ് വന്നത്. നമ്മൾ ഹെവി ആയിട്ടുള്ള മീൽസ്, അതായത് ബിരിയാണി കാര്യങ്ങളൊന്നും കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഐസ്ക്രീം പോലത്തെ എന്തെങ്കിലും സാധനം വാങ്ങണം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ രണ്ടുപേരും 2 ബീഫ് ബിരിയാണി മേടിച്ച് കഴിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ച് തീർക്കൂല. അപ്പോൾ വേസ്റ്റ് ആവും, പിന്നെ വയറും ഫുള്ളാവും. പിന്നെ നമുക്ക് ഈ ജ്യൂസ്, ഈ ഐസ്ക്രീം ഒന്നും കഴിക്കാൻ എൻ്റെ വയറ്റിൽ പിന്നെ സ്ഥലം കാണൂല കേട്ടോ. അപ്പോൾ നമ്മൾ 2 അവിൽ മിൽക്കാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ പാത്തൂസിന് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, അത് കൊടുത്തു കേട്ടോ. അതെടുത്ത് കൊടുത്തപ്പോൾ തന്നെ ആൾ ഹാപ്പിയായി. അവർ ഓൾറെഡി 3 ഗ്ലാസ് നമ്മൾ ചോദിക്കാതെ തന്നെ കൊണ്ടു തന്നിട്ടുണ്ട്. 3 ഗ്ലാസ് നമ്മൾ ചോദിക്കാതെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2 അവിൽ മിൽക്ക് നമുക്ക് രണ്ടുപേർക്കും, അതുകൂടാതെ കുഞ്ഞിനൊരു ചെറിയൊരു ബൗൾ പോലത്തെ ഗ്ലാസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ കുഞ്ഞിന് ഐസ്ക്രീം ഒക്കെ എടുത്തിട്ട് കൊടുത്തു. അതും കൊണ്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കുറേ നേരം ആസ്വദിച്ച് നല്ലപോലെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പാത്തു അതെല്ലാം കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ പാത്തു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് അതിരുന്ന് കഴിച്ചു കേട്ടോ. ഫിനിഷ് ചെയ്ത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അവൾക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അവിൽ മിൽക്കിൻ്റെ മുകളിലിരുന്ന ഐസ്ക്രീമും കൂടെ അവൾക്ക് കൊടുത്തു. ആ ഐസ്ക്രീം ഫുള്ള് പാത്തുവാണ് കഴിച്ചത്. ബാക്കി ആ കണ്ടന്റ് മൊത്തം ഞാനും ഹസ്ബൻഡും കഴിച്ചു കേട്ടോ. നല്ല തണുത്ത അവിൽ മിൽക്കും ഐസ്ക്രീമും എല്ലാം കൂടെ ചെന്നപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡിന് എന്തെന്നില്ലാത്ത എക്സ്പ്രഷൻസ് ഒക്കെയാണ് മുഖത്ത് വരുന്നത്, കണ്ടില്ലേ? അങ്ങനെ ഇങ്ങനെ പാത്ത് കഴിക്കുന്ന നോക്കിയെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഓരോ ഡയലോഗൊക്കെ അടിച്ച് ചിരിച്ചും കളിച്ചും ഞങ്ങൾ മുഴുവൻ കഴിച്ചു ഗൈസ്.
അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് സമാധാനപരമായി ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ഇനിയും ഇതുപോലെ തന്നെ നമ്മുടെ കൂടെ കട്ടയ്ക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ബൈ ഗായ്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണും വരേക്കും ബൈ ബൈ ഗായ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ ബൈ.